വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ വിശ്വാസികളായ മുഴുവൻ സ്ത്രീ പുരുഷന്മാരും. അതുകൊണ്ടവർ നന്നായി ഗ്രഹിക്കണം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ 4 സ്ഥലങ്ങളിൽ ഈ കാര്യം അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ആവർത്തിച്ചു പറഞ്ഞത്? ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുതേ. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്തിത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് തന്നെയും 4 സന്ദർഭങ്ങളിലാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 168-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون. സൂറത്തുൽ ബഖറയിൽ 168, 169 ആയത്തുകളിൽ. അതുപോലെ തന്നെ സൂറത്തുൽ അൻആം 142-ാമത്തെ ആയത്തിലാണ് രണ്ടാമത് അല്ലാഹു പറയുന്നത്, കുലൂ മിമ്മാ റസഖകുമുല്ലാഹ് വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താനി ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സഹോദരങ്ങളെ, ഈ 2 ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണത് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കതിനെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ വഴിയെ വിശദീകരിക്കാനുണ്ട്. 3-മതായി അല്ലാഹു പറഞ്ഞത് സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ ആയത്തിലാണ്. അവിടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവിടെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം പൂർണ്ണമാകണം എന്ന് വിശ്വാസികളെ വിളിച്ചു പറഞ്ഞ ഇടത്താണ് എന്തു പറഞ്ഞത്? ഇസ്ലാമിലേക്ക് നിങ്ങളുടെ പ്രവേശനം പൂർണ്ണമായിരിക്കണം. കുറച്ച് പ്രവേശിച്ച് കുറച്ച് അതിനെ നിഷേധിക്കുന്ന രീതി നിങ്ങൾക്കുണ്ടാകരുത്. കാരണം അത് പൈശാചികമാണ്. അത് പറഞ്ഞ ഉടനെ പറഞ്ഞു വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ കൊടിയ ഏറ്റവും വ്യക്തമായ ശത്രുവാണ്. 4-മതായി ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആയത്ത് അഥവാ സൂറത്തു നൂറിലെ 21-ാമത്തെ ആയത്ത്. അവിടെ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ശൈത്താൻ, വിശ്വാസികളെ നിങ്ങൾ ശൈത്താനിനെ പിന്തുടരരുത്. എന്തുകൊണ്ടാണ് ഇവിടെ ശൈത്താനിനെ പിന്തുടരരുത് എന്നല്ലല്ലോ, ശൈത്താനിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത് എന്നാണല്ലോ പറഞ്ഞത്. സ്വാഭാവികമായി നമ്മൾ ആലോചിച്ചു നോക്കൂ, ലാ തത്തബിഉ ശൈത്താൻ എന്നല്ല അല്ലാഹു പറയുന്നത്. ലാ തത്തബിഉ ശൈത്താൻ എന്നല്ല പറയുന്നത്, നിങ്ങൾ ശൈത്താനെ പിന്തുടരരുത്. മറിച്ച് എന്താ പറയുന്നത്? ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ ശൈത്താനിൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വിശ്വാസികൾ പ്രത്യേകിച്ചും ശൈത്താനെ അങ്ങ് പെട്ടെന്ന് നേരിട്ടങ്ങ് പിന്തുടരുകയൊന്നുമില്ല. കാരണം അവനറിയാം അവൻ്റെ വർഗശത്രുവാണ് ശൈത്താനെന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അത്രത്തോളം ശൈത്താനിനെ നേരെ അങ്ങ് പിന്തുടരാതെ, എന്നാൽ അവൻ്റെ ചില കെണികളും അവൻ്റെ ചില ഫിത്നകളുമൊക്കെ പലപ്പോഴും വിശ്വാസികളിലും ശ്രദ്ധയില്ലാതെ പോകും. കാരണം ശൈത്താൻ ആരെയും ഒറ്റയടിക്കല്ല ഒരു പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്, മറിച്ച് അവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്, പടിപടിയായിട്ടാണ് അവൻ തിന്മയിലേക്ക് ആളെ കൂട്ടുക. അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വിശ്വാസികളോടുള്ള കൽപ്പന. പിശാചിനറിയാം ഒരാളെയും തൻ്റെ തിന്മയിലേക്ക് ഒരു പ്രഭാതത്തിൽ പെട്ടെന്നങ്ങ് വലിച്ചഴച്ചു കൊണ്ടുവരാനാവില്ല എന്ന് ശൈത്താൻ അറിയാം, പ്രത്യേകിച്ച് വിശ്വാസികളെ. അതുകൊണ്ട് തന്നെ അവൻ വല്ലാതെ അധ്വാനിക്കുന്നുണ്ട്. ശൈത്താൻ എപ്പോഴും ഘട്ടം ഘട്ടമായി
അവൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുക. ആദ്യമാദ്യം മനുഷ്യർക്ക് ഹലാലായ കാര്യങ്ങൾ തന്നെ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് അനുവദിക്കപ്പെട്ട ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തന്നെ സമയദൈർഘ്യം അവൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ, തെറ്റൊന്നുമല്ലാത്ത കാര്യങ്ങളാണ്, അതിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ അവൻ കൊണ്ടുപോകും. ഏറ്റവും ആവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ തെറ്റിച്ചു കളയുകയും ചെയ്യും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ആയത്തുകളിലൊക്കെ പറഞ്ഞ വിഷയങ്ങളിൽ 4 ഇടങ്ങളിൽ പറഞ്ഞു എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ 4 സ്ഥലങ്ങളിൽ ആദ്യത്തെ 2 ആയത്തുകളിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിടത്താണ് നിങ്ങൾ ശൈത്താൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത് എന്ന് പറഞ്ഞു. എന്താണത്? അല്ലാഹു തആല അവിടെ ഇത്ര പറയാൻ കാരണം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവനിൽ ചീത്തയായ വികാരങ്ങളും വിചാരങ്ങളും ഉണരുവാൻ അവൻ കഴിക്കുന്ന ഭക്ഷണം അവനെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് മനുഷ്യനിൽ ചീത്തയായ വിചാരവികാരങ്ങൾ അവൻ്റെ വയറ് നിറയുമ്പോൾ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള തെറ്റുകളുടെ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ശൈത്താൻ അവൻ്റെ പല രൂപത്തിലുള്ള കാര്യങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് മനുഷ്യനെ അമിതമായി ഭക്ഷിപ്പിച്ചുകൊണ്ടാണ്. അമിതമായ ഭക്ഷണം കഴിച്ച് മനുഷ്യനെ അലസനാക്കി തീർക്കും, ഹറാമായ കാര്യങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകും. അതുകൊണ്ടാണല്ലോ വ്രതമനുഷ്ഠിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിച്ചത്. യുവസമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അല്ലാഹുവിൻ്റെ റസൂലിലൂടെ കൽപ്പിച്ചു, നിങ്ങൾ വിവാഹത്തിന് നിങ്ങൾക്ക് സാധ്യമാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കണം. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ശാരീരികമായ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, അത് നിങ്ങൾക്കൊരു പരിചയമാണ്, ഒരു പ്രതിവിധിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയിലൂടെ അറിയിക്കുകയുണ്ടായി. നിങ്ങൾ വിവാഹം കഴിക്കുവീൻ. ആ വിവാഹം നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ, നിങ്ങളുടെ ലൈംഗികാവയവത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ വ്രതമനുഷ്ഠിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വയറ് നിറയുന്നതിലൂടെ ഉണ്ടാകുന്ന പല രൂപത്തിലുള്ള പാപങ്ങൾ, അവയ്ക്ക് കുറേയേറെ സമാധാനം ലഭിച്ച് തിന്മയിൽ നിന്ന് അവനെ മാറ്റി നിർത്തുവാൻ, അവൻ പട്ടിണിക്കിടക്കുന്ന സ്വഭാവത്തിലൂടെ അവനിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണല്ലോ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല പറഞ്ഞിരുന്നതാണ്, ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ, പക്ഷേ 2 കണ്ടീഷൻ പറഞ്ഞു. ഹലാലായിരിക്കണം, തയ്യിബൻ, ഏറ്റവും നല്ലതായിരിക്കണം, ഹലാലായതേ കഴിക്കാവൂ. 2 കണ്ടീഷനാണ് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിക്കുമ്പോൾ 2 കണ്ടീഷൻ. ഹലാലായിരിക്കണം, അനുവദിക്കപ്പെട്ടതേ കഴിക്കാവൂ. താൻ ഭക്ഷണം നേടുന്ന മാർഗം ഹലാലായിരിക്കണം. കാരണം ശൈത്താൻ അവിടെ മനുഷ്യനെ തെറ്റിക്കും. മനുഷ്യനോട് പറയും, എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ച് കാശുണ്ടാക്കിക്കോ, ജീവിതം എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ, അത് സുഖിച്ച് അർമാദിച്ച് കഴിച്ചു കൂട്ടിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞ് അവനെ കൂടുതൽ തിന്മകളിലേക്ക്, ഹറാമായ വിധത്തിൽ സമ്പാദിക്കുവാൻ, അതുപോലെ തന്നെ തയ്യിബല്ലാത്തത് ഭക്ഷിക്കാനും അവനെ ശൈത്താൻ പ്രേരിപ്പിക്കും. മദ്യപിക്കുവാൻ, പന്നിമാംസം, അത് വലിയ ടേസ്റ്റാണ്, ഇതൊന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതൊന്നുമല്ല, പോർക്ക് കഴിക്കുന്നതിനൊന്നും വിരോധമല്ല എന്നൊക്കെ മനുഷ്യൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും. ഹറാമായത് കഴിക്കാൻ, ഹറാമായത് സമ്പാദിക്കാൻ, പലിശയിലേക്ക്, ചൂതാട്ടത്തിലേക്ക്, ഏതെല്ലാം മാർഗങ്ങളിലൂടെയുള്ള കാര്യങ്ങളിലൂടെ പണം സമ്പാദിക്കണോ അതിലേക്കെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കടത്തിക്കൊണ്ടുവരുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ മനുഷ്യന് സമ്പാദ്യം വേണം. ആ സമ്പാദ്യത്തിൻ്റെ മാർഗത്തിൽ ഇഷ്ടം പോലെ തോന്നിവാസങ്ങൾ ചെയ്യുവാൻ, അതൊരു വേള ഷെയർ മാർക്കറ്റിലുള്ള പലിശ ഉൾപ്പെടുന്ന വിധത്തിലുള്ള ബോണ്ടുകളും അതുപോലെ തന്നെ കടപ്പത്രങ്ങളും, ആ മേഖലയിൽ അറിയപ്പെടുന്ന ഇന്ന് ഒരുപാട്
മനുഷ്യർ അതിൽ വീണുപോയിട്ടുണ്ട്, പിശാച്ചിൻ്റെ ചതിയിൽ വീണുപോയിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ, നെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ മാർക്കറ്റുകളിൽ നിന്ന് ആളുകൾ ഇഷ്ടം പോലെ പെട്ടെന്ന് പണക്കാരനാവണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആളുകൾക്കെന്നുണ്ടത്. ആ രൂപത്തിൽ മനുഷ്യൻ എത്രയും പെട്ടെന്ന് പണക്കാരനാക്കുവാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അവിടെ ഹലാലും ഹറാമും ഒന്നും ചിന്തിക്കണ്ട എന്ന് ചെകുത്താൻ മനുഷ്യൻ്റെ മനസ്സിൽ ഓതിക്കൊടുക്കും. ഇഷ്ടം പോലെ സമ്പാദിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ധനം സമ്പാദിക്കുമ്പോൾ എവിടെ നിന്നാ ലഭിച്ചത്, ഏതു രൂപത്തിലാണ് തനിക്ക് ആ സമ്പത്ത് വന്നത് എന്നൊന്നും ചിന്തിക്കാത്തൊരു കാലഘട്ടം വരും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മനുഷ്യനിൽ എല്ലാ അർത്ഥത്തിലും ഹറാമായ നിലക്ക് കാശ് സമ്പാദിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നൊരു മേഖലയാണ് മനുഷ്യൻ്റെ ഉപജീവന മാർഗം. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞിടത്ത് പ്രത്യേകം അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ സ്റ്റെപ്പുകളെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. കാരണം ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്.